പാകിസ്ഥാന്റെ ആംഡ് ഫോഴ്സാണ് ഹഫീസ് സയ്യിദിന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഇനി ആ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ഒന്ന് ഡിസക്ട് ചെയ്ത് നോക്കിയേ. കൃത്യമായിട്ട് ആ ടെററിസ്റ്റിനെ തന്നെയാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് നിങ്ങൾ ഒരു തീരുമാനം എടുത്തോളൂ, നിങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ എവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു തീരുമാനിച്ചോളൂ, നിങ്ങളുടെ സമയവും തീരുമാനിച്ചോളൂ, ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി തരും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ഹഫീസ് സയ്യിദിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും അവിടെ നടത്താൻ പോകുന്നത്. അത് തന്നെ അങ്ങനെ മാത്രമേ ലഷ്കർ-എ തൈബയാണ് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ പിടിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റ മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഹഫീസ് സയ്യിദിനെ നേരെ പോയി ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ അമേരിക്ക അബോട്ടാബാദിൽ വന്ന് അറ്റാക്ക് ചെയ്തത് പോലെയൊന്നും പാകിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയില്ല കേട്ടോ. അത് അമേരിക്കയാണ്. ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ അഭിമാന പ്രശ്നമായി മാറും. മാത്രമല്ല, ഇന്റേണലായ ഒരു കലാപം ഉണ്ടാവും അവിടെ ഈ പറയുന്ന അയാളുടെ പാർട്ടി വെറുതെ ഇരിക്കില്ല, ഇമ്രാൻഖാന്റെ പാർട്ടി വെറുതെ ഇരിക്കില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആഭ്യന്തര കലാപം ഉണ്ടാകും. ഹഫീസ് സയ്യിദിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുകയും കൊല്ലുകയും ചെയ്താൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല. ആ ബുദ്ധിയോടുകൂടിയാണ് ഇന്ത്യ എല്ലാത്തിനും തയ്യാറെടുക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ.